ക്യാരി ഓൺ എന്ന് പറഞ്ഞൊരു പടം നെറ്റ്ഫ്ലിക്സിൽ ഇപ്പോൾ ഇറങ്ങിയിട്ടുണ്ട്. ഒരു ചെറിയ പടമാണ്, പക്ഷേ അധികം ആൾക്കാരിൽ എത്തിയിട്ടില്ല എന്ന് തോന്നുന്നു. ഒരു നല്ലൊരു ത്രില്ലർ സാധനം. ഈ സംഭവമൊന്നുമില്ല, അവർ എയർപോർട്ടിൽ വർക്ക് ചെയ്യുന്നൊരു ചെറിയൊരു സാധാരണക്കാരൻ, ഒരു ചെറുപ്പക്കാരൻ. സോ ഈ ക്യാരി ഓൺ ഉണ്ടല്ലോ, നമ്മൾ ബാഗ് കയ്യിൽ പിടിച്ച് കൊണ്ടുപോകാൻ പറ്റുന്ന ബാഗ് മാത്രം ചെക്ക് ചെയ്യുന്നൊരു ഏരിയ. അങ്ങനെ ഒരു ഏരിയയിൽ വർക്ക് ചെയ്യുന്ന ഒരാളെ കുറേ ടെററിസ്റ്റുകൾ ത്രട്ടൻ ചെയ്ത് ആളുടെ ഗേൾ ഫ്രണ്ടിനൊക്കെ പിടിച്ചു വെച്ച് അവർക്ക് കടത്താനുള്ള, അല്ലെങ്കിൽ പ്ലെയിനിലേക്ക് അവർക്ക് കടത്താനുള്ള കുറേ വെപ്പൺസൊക്കെ കടത്താൻ വേണ്ടി നോക്കുന്നതിനിടയിൽ ഇദ്ദേഹം എങ്ങനെയാണ് അത് തടുക്കാൻ നോക്കുക എന്നുള്ള കാര്യങ്ങളാണ് ഈ സിനിമ കാണിച്ചു തരിക. ആൻഡ് ഈ ഒരു പ്ലോട്ട് ഈവൻ തമിഴ് സിനിമ മുതൽ ഹോളിവുഡ് അല്ല, ഇൻ്റർനാഷണലി പല സിനിമകളും നമ്മൾ ഇതേ സാധനം തന്നെ ചർച്ച ചെയ്ത് പോയിട്ടുള്ളതാണ്. കുറേ സമയത്ത് വേണമെങ്കിൽ ഇതൊരു ക്രിഞ്ച് സ്റ്റോറിയിൽ തന്നെ അല്ല എന്നൊക്കെ നമുക്ക് തോന്നും. പക്ഷേ ഈ സിനിമയുടെ എക്സിക്യൂഷൻ അതിഗംഭീരം. നല്ല പീക്ക് ത്രില്ലർ എന്ന് പറയും, ഈ എഡ്ജ് ഓഫ് ദി സീറ്റ് ത്രില്ലർ എന്ന് പറയും, അങ്ങനത്തെ ഒരു സാധനം. കാരണം അടുത്ത് എന്താ നടക്കാൻ പോകുന്നത് ഭയങ്കര ആകാംക്ഷയോടെ നമ്മൾ കാത്തിരിക്കും. ചിലപ്പോൾ ഒരുപക്ഷെ നമുക്കൊക്കെ പ്രഡിക്റ്റബിൾ ആയിരിക്കും അടുത്ത് നടക്കാൻ പോകുന്ന സീന്, പക്ഷെ അവരുടെ എക്സിക്യൂഷൻ കാരണം നമ്മളതിന് മറന്നു പോയിട്ട് നമ്മൾ കംപ്ലീറ്റ്ലി ഫുൾഫിൽഡ് ആയിട്ട് നമ്മളിങ്ങനെ ഇരുന്ന് പോകും, അങ്ങനെ ഇരുന്ന് കാണുന്നൊരു പടം. സോ എനിക്ക് നന്നായിട്ട് ഇഷ്ടമായി. ഇപ്പോൾ നെറ്റ്ഫ്ലിക്സിൽ അതുപോലെ ഒരുപാട് നല്ല പടങ്ങൾ ഇറങ്ങുന്നുണ്ട്, അതേപോലെ തന്നെ കൂറ പടങ്ങൾ ഇറങ്ങുന്നുണ്ട്. സോ കണ്ടന്റ് ഇങ്ങനെ കുമിഞ്ഞു കൂടി വരുന്നതുകൊണ്ട് ഇതേപോലെ ഇടയ്ക്ക് ഇറങ്ങുന്ന നല്ല സാധനങ്ങൾ നമ്മൾ കണ്ണിൽ കൂടില്ല, നോട്ടീസ് ചെയ്യാതെ പോകാറുണ്ട്. പക്ഷേ ഈ സാധനം എല്ലാവരും ഒന്ന് കണ്ടു നോക്കണമെന്നാണ് എൻ്റെ അഭിപ്രായം. പ്രത്യേകിച്ച് ത്രില്ലർ സിനിമകളൊക്കെ ഇഷ്ടപ്പെടുന്നതാണെങ്കിൽ ജസ്റ്റ് ഒരു 2 മണിക്കൂറിൽ താഴെ നല്ല എൻഗേജിങ് ആയിട്ട് ഭയങ്കര റിയലിസ്റ്റിക് ആയിട്ട് ചെയ്തിട്ടുണ്ട്. വേണമെങ്കിൽ അവർക്ക് ഓവർ ദി ടോപ്പ് സാധനമൊക്കെ ഇടിച്ച് ചെയ്യായിരുന്നു. പക്ഷേ ഇതിൽ വരുന്ന ചെറിയ കുറേ ആക്ഷൻ സീക്വൻസുകളും ഒരു ചേസ് സീനൊക്കെ ഉണ്ട്, അതിൻ്റെ എക്സിക്യൂഷനൊക്കെ അടിപൊളിയായിട്ടുണ്ടായിരുന്നു. ഇതുപോലെ കുറേ നല്ല സെറ്റ് പീസസ് ഉള്ള നല്ല ത്രൂ ഔട്ട് നല്ല എൻഗേജിങ് ആയിട്ടുള്ളൊരു പടം. ആൻഡ് ഈ സിനിമയുടെ മറ്റൊരു പ്രത്യേകത, ഈ സാധനം എവിടേക്ക് വേണമെങ്കിലും റീമേക്ക് ചെയ്യാം, ഏത് ഭാഷയിൽ വേണമെങ്കിലും, ഏത് കൺട്രി വേണമെങ്കിലും. കാരണം എയർപോർട്ടുള്ള എല്ലായിടത്തും നടക്കാൻ പറ്റാവുന്ന, അല്ലെങ്കിൽ നടക്കാൻ ചാൻസ് ഉള്ളൊരു ഇൻസിഡൻ്റ് ആണ് ഇതിൽ കാണിച്ചു തരുന്നത്. ആൻഡ് അത് നന്നായിട്ട് തന്നെ ഇതിൽ എക്സിക്യൂട്ട് ചെയ്തിട്ടുണ്ട്. സോ ഈ സാധനം എടുത്തിട്ട് വേണമെങ്കിൽ ഇനിയൊരു പക്ഷേ ചിലപ്പോൾ കുറച്ച് വർഷം കഴിഞ്ഞ് ഇതുപോലെ നമ്മൾ തമിഴിലും മലയാളത്തിലൊക്കെ തന്നെ ഇതിൻ്റെ റീമേക്കുകളൊക്കെ തന്നെ വരാൻ ചാൻസ് ഉണ്ട്. പ്രത്യേകിച്ച് തമിഴിലൊക്കെ ആയിരിക്കും കൂടുതൽ. സോ തീർച്ചയായിട്ടും കണ്ടു നോക്കുക. ഈ രീതിയിലുള്ള ത്രില്ലർ സിനിമകൾ ഇഷ്ടമാണെങ്കിൽ ഇതിൻ്റെ ട്രെയിലർ പോലും കാണണ്ടാകുന്നതാണ് എനിക്ക് പറയാനുള്ളത്. കാരണം ചിലപ്പോൾ ട്രെയിലറിൽ ഫുള്ളായിട്ട് എന്താണ് നടക്കാൻ പോകുന്നതൊക്കെ കാണിച്ചു തരും. സോ ഒന്നറിയാതെ കണ്ടു നോക്കുക. നല്ലൊരു എൻഗേജിങ് ആയിട്ടുള്ളൊരു ത്രില്ലറായിരിക്കും ഒരു സിനിമ സമ്മാനിക്കുക. സിനിമ നെറ്റ്ഫ്ലിക്സിലുണ്ട്, ഓൾറെഡി കണ്ടവരുണ്ടെങ്കിൽ സിനിമയെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക.